ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീൽസ് ആൻഡ് വീൽസ്. അപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്കിന് ശേഷമാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. ബിക്കോസ് നാട്ടിൽ നിന്ന് തന്നെ എൻ്റെ അമ്മ അനിയനെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. സോ അതിൽ കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ ഇന്നൊരു നമ്മൾ അൺബോക്സിങ് വീഡിയോ ആണ് വരുന്നത്. ഞാനൊരു പുതിയ TV മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ. എനിക്ക് അത്ര വലുതായിട്ടൊന്നും TVയുടെ ഒന്നും റിവ്യൂ പറയാൻ അറിയില്ല, എന്നാലും ചെറിയൊരു രീതിയിൽ. പിന്നെ ഒരു സൗണ്ട് ബാറും മേടിച്ചിട്ടുണ്ട്, അതിൻ്റെയും ചെറിയൊരു റിവ്യൂ. ദെൻ എല്ലാവർക്കും മേരി ക്രിസ്മസ്. അപ്പോൾ ഇതാണ് നമ്മുടെ TV, സോണി ബ്രാവിയ 55 ഇഞ്ചിൻ്റെയാണ്. ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. എനിക്ക് ഏകദേശം 67 അടുത്ത് രൂപയായിട്ടുണ്ട് ഇതിന്. ഇത് 4K പ്രൊസസ്സറാണ്. ദെൻ 4K HRD, ഗൂഗിൾ TV ഉണ്ട്, ഡോൾബി ഓഡിയോ ആണ്, ആപ്പിൾ എയർപ്ലേ ഉണ്ട്, ആപ്പിൾ ഹോം കിറ്റ് ഉണ്ട്, നെറ്റ്ഫ്ലിക്സ്, പ്രൈം വീഡിയോ ഇതൊക്കെയുണ്ട്. ദെൻ റിമോട്ടിലും ഈ ബട്ടൺസ്, നെറ്റ്ഫ്ലിക്സിൻ്റെ, യൂട്യൂബ് മ്യൂസിക്, പ്രൈം വീഡിയോ അതിൻ്റെയൊക്കെ ബട്ടൺസ് അവൈലബിൾ ആണ്. റിമോട്ട് കുറച്ച് വലുതായിപ്പോയി, എനിക്ക് അതാണ് കുറച്ചൊരു ഇത്. ആൻഡ് ഇനി നമുക്ക് TV ഓൺ ചെയ്തിട്ട് ബാക്കി കാണാം. അപ്പോൾ നമുക്ക് TV ഓൺ ചെയ്യാം. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ TV ഓൺ ആവുന്നുണ്ട്. ആൻഡ് നമുക്കിതിൽ ഇൻബിൽറ്റ് ആപ്പ് നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, പ്രൈം ഉണ്ട്, യൂട്യൂബ്, ഹോട്ട്സ്റ്റാർ, C5 വൂട്ട്, MX പ്ലെയർ, സൺനെക്സ്റ്റ് ഒക്കെ ഞാൻ ആക്ച്വലി കുറച്ച് ഡൗൺലോഡ് ചെയ്തിട്ടുമുണ്ട്, കുറച്ച് ആപ്സ്. ആപ്പിൾ TV ഉണ്ട്, സോണി ലൈവ് ഉണ്ട്, ദെൻ ഓൾട്ട് ബാലാജി, ഇതൊക്കെ നമുക്ക് ചെയ്യണം, ഞാൻ ചെയ്തിട്ടില്ല. ജിയോ സിനിമാസ് ഉണ്ട്. വളരെ ഫാസ്റ്റാണ് TVയുടെ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോ ആൻഡ് പിക്ചർ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. അടുത്തത് നല്ല അടിപൊളി പിക്ചർ ക്വാളിറ്റിയാണ്. ഇതിൽ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വീഡിയോയിലെന്ന് എനിക്കറിയില്ല. നല്ല സോണിയുടെ അതൊരു സ്പെഷ്യാലിറ്റി തന്നെയാണല്ലോ, പിക്ചർ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യത്തേ ഇല്ല അവർ. നല്ല പിക്ചർ ക്വാളിറ്റിയാണ്. ഞാൻ കുറച്ചിത് ഫോർവേഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാം വേറെ എന്തെങ്കിലും ഇമേജസ്, പിക്ചേഴ്സ്. ഇനി ബാക്കി നമുക്ക് മൂവീസും മ്യൂസിക്കും ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല, ബിക്കോസ് കോപ്പിറൈറ്റ് അടിക്കും, അതാണ് പ്രോബ്ലം. എനിക്ക് കേബിൾ ഇല്ല, ഞാൻ ഫുൾ OTT ആണ് നോക്കുന്നത്, അതുകൊണ്ട് കേബിളിൻ്റെ ക്ലാരിറ്റി എനിക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഒരുപാട് TV ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇത് ലാസ്റ്റ് ഫിക്സ് ചെയ്തത്. ഞാൻ LG നോക്കിയായിരുന്നു, സാംസങ് നോക്കിയായിരുന്നു, ദെൻ VU നോക്കിയായിരുന്നു, റിയൽമി, റെഡ്മി എല്ലാം നോക്കിയായിരുന്നു. പക്ഷെ അതിലൊന്നും എനിക്ക് ഒരു പിക്ചർ ക്വാളിറ്റി, ദെൻ സൗണ്ടിൻ്റെയും കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം എങ്ങനെയാണ്. ഞാൻ നോൺ കോപ്പിറൈറ്റ് ഒരു മ്യൂസിക്കാണ് ഇപ്പോൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. Hold on, just let us escape and fly away tonight. ചെറുതായിട്ട് സൗണ്ട് ബേസ്റ്റ് ആവുന്നുണ്ട്. അത് വീഡിയോയിൽ എത്രമാത്രം അറിയുമെന്ന് എനിക്കറിയില്ല. ടി വിയുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, ചെറുതായിട്ട് ബേസ്റ്റ് ആവുന്നുണ്ട്. ആൻഡ് മൂവീസിനൊക്കെ കുറച്ച് സൗണ്ട് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരു സൗണ്ട് ബാറും എക്സ്ട്രാ മേടിച്ചത്. ബാക്കി പിക്ചർ ക്വാളിറ്റിക്കൊക്കെ എനിക്ക് ഒന്നും പറയാനില്ല, ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം സോണി ബ്രേവിയ. അപ്പോൾ നമുക്കിനി സൗണ്ട് ബാറിൻ്റെ ജസ്റ്റ് ഒരു അൺബോക്സിങ് കൂടെ നോക്കിയിട്ട് അതും കണക്ട് ചെയ്തിട്ട് എന്താ ഡിഫറൻസ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എൽ ജിയുടെ സൗണ്ട് ബാർ. ഞാനിത് ക്രോമയിൽ നിന്ന് മേടിച്ചതാണ്. ഏകദേശം എനിക്ക് 8,900 അടുത്തായിട്ടുണ്ട്. ഇതിൽ റെഡ്യൂസ്ഡ് MRP ഇട്ടിരിക്കുന്നത് 14,990 ആണ്. ക്രിസ്മസിൻ്റെ സെയിൽ നടക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഈ പ്രൈസിൽ ഇത് കിട്ടിയത്. നല്ല സൗണ്ട് ഉണ്ടായിരുന്നു, കാരണം എനിക്ക് ബാക്കി ഈ ബാസിൻ്റെ ഒക്കെ വെക്കാനുള്ള സ്പേസ് ഇല്ല ഇവിടെ റൂമിൽ, അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് ബാർ മാത്രമായിട്ട് മേടിച്ചത്. അപ്പോൾ ഇതിൽ HDMI, ദെൻ ബ്ലൂടൂത്ത് കണക്റ്റ് ആവും, ഡോൾബി ഓഡിയോ ആണ്, ഐഫോൺ ഐപാഡ് കണക്റ്റ് ആവും, സബ് വൂഫറും ഇതിൽ തന്നെ ഇൻബിൽട്ട് ആണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് സാധനം. ആസ് യൂഷ്വൽ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്, ദെൻ 2 ബാറ്ററി തന്നിട്ടുണ്ട്, അതിൻ്റെ റിമോട്ട് ഉണ്ട്. ഇതാണ് റിമോട്ട്, നല്ല ഹാൻഡിയാണ്, വളരെ ചെറിയ റിമോട്ടാണ്. ദെൻ ഒരു കേബിൾ ഉണ്ട്. ഒരു കേബിൾ ഉണ്ട് ഇതിൻ്റെ കൂടെ, പിന്നെ ബാറ്ററി, റിമോട്ടുണ്ട്. പിന്നെ ഒരു പ്ലഗിൻ്റെ ഇതുണ്ട്. അപ്പോൾ നമുക്കിത് എടുത്ത് വെച്ച് നോക്കാം. ഇതാണ് സാധനം. ക്ലോസപ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ബ്ലൂടൂത്ത്, ഡ്യുവൽ ആക്ഷൻ, ദെൻ ഇതിൻ്റെ 2 സൈഡിലാണ് അകത്ത് ഇൻബിൽട്ടാണ് വൂഫർ വരുന്നത്. ആൻഡ് സൗണ്ടിൻ്റെ ഏത് സൈഡിലാണോ സ്പീക്കറിൻ്റെ സൗണ്ട് വരുന്നത് ആ സൈഡിലായിട്ടാണ് സൗണ്ടിൻ്റെയും ഇത് വരുന്നതെന്നാണ് ഷോപ്പിൽ അയാൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ LG സൗണ്ട് ബാർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മ്യൂസിക് ഒന്ന് വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. Hold on, just let us escape and fly away tonight.
അപ്പോൾ നല്ല അടിപൊളി എഫക്റ്റ് ഉണ്ട് സൗണ്ടിൽ. വീഡിയോയിൽ എത്രമാത്രം അത് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല, ബിക്കോസ് ഞാൻ മൊബൈലിലാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ ഇതുണ്ട്, പക്ഷേ നല്ല എഫക്റ്റ് ഉണ്ട്. കുറച്ച് മുമ്പ് നമ്മൾ ടി വിയിൽ വെറുതെ നോക്കിയപ്പോഴത്തേക്കും സൗണ്ട് ബസ്റ്റ് ആവുന്നുണ്ടായിരുന്നു. ഇപ്പം അതില്ല, ക്ലിയർ ആയിട്ട് തന്നെയുണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട് സൗണ്ട് ബാറിന്. അപ്പോൾ നമുക്ക് ഇനി ഗെയിമിംഗ് കൂടെ നോക്കാം. ഞാൻ PS4 ഒന്ന് കണക്ട് ചെയ്തിട്ട് ബാക്കി നമുക്ക് കാണാം. അപ്പോൾ ഗെയിമിങ്ങിൻ്റെ എക്സ്പീരിയൻസും അടിപൊളിയായിരുന്നു. നല്ല സൗണ്ടും ഉണ്ട് സൗണ്ട് ബാറിന്. ആൻഡ് ടി വിയിൽ പറയുകയേ വേണ്ട, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഗെയിമിങ്ങിൽ എന്താ പറയുക, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സോണി ബ്രാവിയ TV ആൻഡ് സൗണ്ട് ബാർ. നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയ സൗണ്ട് ബാറും ആണ്. ആൻഡ് TVയും നല്ല ക്ലാരിറ്റിയിൽ ഒന്നും സോണി ബ്രാവിയ കോംപ്രമൈസ് ചെയ്യില്ല എന്ന് എല്ലാവർക്കും തന്നെ അറിയുന്നതാണ്. ഞാൻ പ്രത്യേകമായിട്ട് അവർക്കൊരു ആഡ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഉടൻ തന്നെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇനി കഴിവതും ഗ്യാപ്പില്ലാതെ തന്നെ വീഡിയോസ് വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒട്ടും തന്നെ മറക്കണ്ട ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. താങ്ക്